നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരാഴ്ച ഗ്യാപ്പിന് ശേഷം ഞാൻ ഹനുമാൻ എന്ന് പറഞ്ഞൊരു പടം കണ്ടു. ഇന്ന് പോയി കണ്ടുവന്നു. പടം നിറ സാഹസോടെ കണ്ടു. എന്ന് വെച്ചാൽ പടത്തിൽ അത്യാവശ്യം ഒരു ഒരു 70-80% ആൾക്കാരുണ്ട്. എന്നിട്ടും ഒരു ഷോയേ ഉള്ളൂ, 6:15 ഒറ്റ ഷോയേ ഉള്ളൂ. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഫുള്ളുണ്ട് എന്ന് വെച്ചാൽ ഒരു പുള്ളിയുടെ അടുത്തൊക്കെ ഉണ്ട്. കാരണം ഒരു ഷോ ഞാൻ കണ്ട തമിഴിലാണ്. വേറെ ഒരു തിയേറ്ററിൽ രാവിലെ 9:30-ക്കാണോ 11:30-ക്കാണോ തോന്നുന്നുണ്ട് ഒരു ഷോ. അത് കഴിഞ്ഞിട്ട് ഏകദേശം അത്യാവശ്യം തിരക്കുണ്ട്. ഫാമിലി ഓഡിയൻസ് നന്നായിട്ട് ഇരച്ച് കയറുന്നുണ്ട് ആ ഒരു പടത്തിൻ്റെ ഒരു ഇതിൽ. നമ്മൾ ഇത് മുമ്പ് കണ്ടത് ഞാൻ ആ മാളികപ്പുറം എന്ന് പറഞ്ഞതാണ്. ഹനുമാൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഉള്ളിൽ ഓടി വരുന്ന ആഞ്ജനേയൻ അല്ലേ, അവൻ്റെ ഒരു ഭക്തി. ഇതൊരു ഭക്തിയിലൂടെ പോകുന്നൊരു ഭക്തിയും അതിൽ ചേർത്തിട്ടുണ്ട് ഈ ഒരു പടത്തിൽ. നമ്മൾ മലയാളത്തിൽ ഒരു സൂപ്പർ ഹീറോ പടം എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. നമ്മുടെ മിന്നൽ മുരളി, അങ്ങനെയുള്ള പടങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ ലാസ്റ്റ് വന്നൊരു അയലാൻ തമിഴിൽ. ഇപ്പോൾ നമ്മുടെ ഇത് തെലുങ്ക് പടമാണത്. ഇതിൽ നടൻ തേജ സജ്ജ, പിന്നെ അമൃത അയ്യർ നടിയാണ്, പിന്നെ വരലക്ഷ്മി ശരത് കുമാറിൻ്റെ മകള്, പിന്നെ വിനയ് റായ് പുള്ളിയാണ് വില്ലൻ, പിന്നെ സത്യ, ദീപക് ഷെട്ടി, അങ്ങനെ കുറച്ച് പേര്. ഞാൻ ഈ ആളിനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ നടനെ പുതുമുഖ നടനാണോന്ന് അറിയില്ല. പിന്നെ പ്രശാന്ത് വർമ്മയാണ് എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു നാട്ടിൻപുറത്ത് ഒരു സാധാരണക്കാരനായി ഒരു കഴിവുമില്ലാത്ത, അല്ലെങ്കിൽ ഒരു പവറും ഇല്ലാത്ത, ഒരു ശക്തി ആരോഗ്യം പോലും ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്നൊരു സൂപ്പർ പവർ കിട്ടി. ആ സൂപ്പർ പവറിലൂടെ ഒരു ഭക്തിയും കൂടി ചേർത്തി അതങ്ങനെ പറഞ്ഞു പോണ ഒരു കഥയാണ്. എന്തായാലും അടിപൊളി വർക്കാണ് അവർ ചെയ്തിരിക്കുന്നത്. പടത്തിനെ കുറിച്ച് പിന്നെ പറയാനൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ കണ്ടുവന്ന ഈ പ്രേമവും കാര്യങ്ങളും എല്ലാം കണ്ടുവന്ന ക്ലീശ പരിപാടികൾ നിലവിലുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടി നമുക്ക് ആ ഒരു വിഷ്വല്, പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന രീതി എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഒരു ഗ്രാമത്തിനുള്ളിൽ നടക്കുന്ന ആ ഒരു CG വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒറ്റ ഷോട്ടിങ് ഇങ്ങനെ പോയിട്ട് ആ ഒരു ഹനുമാന്റെ രൂപവും ആ ഒരു ഇതൊക്കെ അസാമാന്യമായിട്ട് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നന്നായിട്ട് അടിപൊളിയായിട്ട് ആ ഒരു പടത്തിന് മേക്കിംഗ് എന്ന് പറയുന്നത്. പുള്ളിക്ക് ഒരു സൂപ്പർ പവർ കിട്ടും. പിന്നെ അതൊരു ആഞ്ജനേയ സ്വാമിയാണെന്നുള്ളതിൽ ഒരു കഥ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കും. ആ വിശ്വാസത്തിലൂടെ നമ്മളിങ്ങനെ പോകും. പിന്നെ ഇവർ ചെയ്യുന്ന സൂപ്പർ ഹീറോ ചെയ്യുന്ന കുറേ നന്മകൾ, പിന്നെ നാടിനെ രക്ഷിക്കൽ കാര്യങ്ങളെല്ലാം കൂടി അവസാനം പറഞ്ഞു വെക്കുന്നത് ജയ് ഹനുമാൻ 2025 ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്നുള്ളതാണ്. പാട്ടൊന്നും വലിയ ഡബിങ് തമിഴിലാണെന്ന് ആയതുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് പാട്ടൊന്നും വലിയ രീതിയിലുള്ള ആ ഒരു ഇമ്പാക്റ്റ് വന്നില്ല. പക്ഷെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മൾ ആ ഒരു ഇതിൽ മുഴുകി പോണ തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് തന്നിട്ടുണ്ട്. ഇതില് ഈശ്വര വിശ്വാസം ഉള്ളവർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണിത്. നമ്മൾ ഈ മാളികപ്പുറം എന്ന് പറഞ്ഞൊരു പടത്തിൽ നമ്മൾ പറഞ്ഞു പോണ ഒരു കഥയുണ്ടല്ലോ. അതിൽ നമ്മളൊരു സ്വാമി അയ്യപ്പൻ എന്നുള്ള ലെവലിൽ കയറ്റിയിട്ട് സൂപ്പർ പവർ ഒന്നുമല്ല, നമുക്ക് ആ കുട്ടികൾക്ക് ആ ഉണ്ണി മൂന്തൻ എന്ന് പറഞ്ഞൊരു ആ കഥാപാത്രത്തിന് ഒരു അയ്യപ്പനോടെ കാണുന്ന, ഈ കുട്ടികൾക്ക് കാണുന്ന ഒരു രീതി ഉണ്ടല്ലോ. അതേപോലെ തന്നെ ഇവർക്ക് ഒരു ആഞ്ജനേയൻ, ഒരു ഹനുമാൻ എന്നുള്ള ലെവലിൽ നാടിനെ രക്ഷിക്കുന്ന തരത്തിൽ ഇങ്ങനെ പോകുന്നതാണ്. ഒരു ചെറിയൊരു ബോൾ പോലത്തെ ഒരു സാധനമുണ്ട്, ഒരു കല്ല് പോലത്തെ. അതിനെ ചുറ്റിപ്പറ്റിയാണ് കഥ തുറന്നു പോണത്. അതിനെ തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് വില്ലൻ വരും, സൂപ്പർ ഹീറോ ആകാൻ വേണ്ടിയിട്ടൊരു വില്ലൻ വരുന്നു. അങ്ങനെ നമുക്കിങ്ങനെ കണ്ടിരിക്കാം. എന്തായാലും നല്ലൊരു ഞാൻ ഒന്നും പ്രതീക്ഷിക്കാതെ പോയ ഒരു പടമാണ്. പക്ഷെ ചില സീനുകളൊക്കെ നമുക്ക് കുളിര് തരുന്ന ഐറ്റങ്ങൾ ഇങ്ങനെ വാരി പതറി വെച്ചിരിക്കുകയാണ്. നമ്മൾ അതിൽ ബാലയ്യനെ കുറിച്ചും പിന്നെ നമ്മുടെ അല്ലു അർജുനെ കുറിച്ച് ഇവരൊക്കെ ഓരോരോ ഇത് ചെയ്യുമല്ലോ, മറ്റേ ട്രെയിൻ പിടിച്ച് നിർത്തുക, മറ്റേ പൈപ്പിൽ തല്ലി പൊളിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുമല്ലോ. അതിനെ കുറിച്ച് ഇതിൽ നല്ല രീതിയിൽ ട്രോൾ ചെയ്യുന്നുണ്ട്. ബാലയ്യനെ കുറിച്ച് നല്ല രീതിയിൽ ട്രോൾ ചെയ്യുന്നുണ്ട് ഇതിൽ. ട്രെയിനിൻ്റെ മുന്നിലൊക്കെ പിടിച്ചിരിക്കുമ്പോൾ ബാലയ്യാണ് അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് കോമഡിയൊക്കെ അത്യാവശ്യം ക്ലിക്കായിട്ടുണ്ട്, കുഴപ്പമില്ലാത്ത കോമഡി. പിന്നെ നടി അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള പടങ്ങളുടെ നടിൻ്റെ ഒരു പ്രാധാന്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ. നായകനെ ചെറുപ്പം തൊട്ട് കണ്ടുവരുന്ന നാട്ടിൻപുറത്തുള്ള ഒരു പയ്യൻ, ആ പയ്യന് ഈ പെൺകുട്ടിയോട് ഭയങ്കര അതിയായ സ്നേഹം, അവളുടെ എന്തിനും ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരു നായകൻ. പക്ഷെ നായിക അറിയുന്നില്ല ഇത് ഇവനാണ് ചെയ്യുന്നതെന്ന്. അവസാനം സൂപ്പർ ഹീറോ പവറൊക്കെ കിട്ടിയ ഇവൻ എല്ലാവരുടെയും മുന്നിൽ കള്ളൻ പോക്കറ്റടി പിടിച്ചു പറിക്കാരനൊക്കെയാണ് അവൻ. പക്ഷെ ആ ഒരു സമയത്ത് ഇവനൊരു സൂപ്പർ ഹീറോ എന്നുള്ള ലെവലിൽ കിട്ടുന്ന സമയത്ത് ഇവനെ നോക്കിക്കാണുന്ന രീതി, പിന്നെ അവൻ്റെ തമ്മിലുള്ള റൊമാൻസ്, ഇതെല്ലാം നമ്മൾ കണ്ടു തന്നെയാണ്. പക്ഷെ
അത് മാറ്റി നിർത്തിയായി പടം ഒരു വിഷ്വൽ ഇത് വെച്ചിട്ടാണെങ്കിലും കഥ വെച്ചിട്ടാണെങ്കിലും സൂപ്പറായിരുന്നു. എനിക്കത് പേഴ്സണലി എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭക്തി എന്നുള്ളതല്ല, നമുക്കത് കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു കുളിര് ഇതൊക്കെ വരും. പിന്നെ ഇന്റർവ്യൂ സീനിൽ വന്നിട്ട് ഒരു ജയ് ശ്രീറാം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം ഈ പടത്തിൻ്റെ ഈ ഒരു കഥൻ്റെ ഈ ഒരു പോക്ക്, പിന്നെ ഈ ലെവലിൽ എങ്ങനെ പോകുന്നറിയാം. പക്ഷെ ക്ലൈമാക്സ് ആകുന്ന സമയത്ത് നമ്മൾ സെക്കൻഡ് പാർട്ട് എന്നുള്ളതിൽ അത്രയും പോവില്ല. കാരണം വേറെ ഒന്നുമില്ല, ആ ഒരു പടം അവിടെ കൂടി തീർന്നു വിചാരിക്കും. പക്ഷേ സെക്കൻഡ് പാർട്ടിക്കുള്ള ഒരു ഇതും കൂടി വെച്ചിട്ടാണ് നിലവിലെ പടം നിർത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടും ബാക്ക്ഗ്രൗണ്ട് കൊണ്ടാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും പിന്നെ അതിൻ്റെ ആക്ടിങ് ആയിരുന്നെങ്കിലും ആ പയ്യൻ അടിപൊളിയാണ്, നായകൻ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സപ്പോർട്ടിങ് ആയിട്ടുള്ള അഭിനയിച്ചവരെല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഒരു മാസ് സീനുണ്ട് നമ്മുടെ എന്താണ് വരലക്ഷ്മി ശരത് കുമാറിൻ്റെ, പുള്ളിക്കാരൻ്റെ ഒരു മാസമുണ്ട്, അത് അടിപൊളിയാണ്. പിന്നെ വില്ലൻ ഈ ഒരു പടത്തിൻ്റെ വില്ലൻ എന്നൊരു ഗുമ്മ് ആ ഒരു ലെവലൊന്നും തോന്നിയില്ല. നായക പരിവേഷത്തിൻ്റെ ഒരു പടമാണ് ഹനുമാൻ എന്നുള്ളത്. ഇപ്പം വരും എന്നുള്ള ആ ഒരു ആകാംക്ഷയിൽ ഇരിക്കുന്നതുകൊണ്ട് ഈ വില്ലനെ ഒന്ന് എന്താ പറയുക, വില്ലൻ എന്തായാലും തല്ലി തീർപ്പാക്കുന്നുള്ള കാര്യം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട്. അതുകൊണ്ട് വില്ലനെ വലിയൊരു ഗുമ്മോ അല്ലെങ്കിൽ വില്ലൻ അങ്ങനെ വലിയൊരു മലമറിക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു ഇതൊന്നും അല്ല നിലവിലുള്ളത്. നമുക്കറിയാം അത് ഇങ്ങനെ ഉണ്ടാവാൻ പോകുള്ളൂ എന്നറിയാം. പക്ഷേ നമുക്ക് ആ ഒരു പറഞ്ഞു പോണ രീതി ഇങ്ങനെ നമ്മൾ ഒരു സെക്കൻഡ് പോലും ബോറടിപ്പിക്കില്ല എന്നുള്ളതാണ്. ഫൈറ്റ് ആയിക്കോട്ടെ, കിണ്ണം കാച്ചിയ ഫൈറ്റുകളാണ്. ഒന്നൊന്നര കിൻഡിൽ അടിച്ച അങ്ങോട്ട് പോകും. പിന്നെ സൂപ്പർ ഹീറോ ഞാൻ പറയണ്ടല്ലോ, നമ്മളിങ്ങനെയുള്ള ഉദാഹരണം മിന്നൽ മുരളി എന്ന് പറഞ്ഞതിൽ ടൊവിനോ തോമസിന്റെ മേലെ ഏതെങ്കിലും ഒരു ദൈവം വന്നിട്ട് എല്ലാം ഭക്തിയായി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും, അതേ ഒരു തന്നെയാണ് ഈ ഒരു പടത്തിലും. പക്ഷെ ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു കഥ പോലെ അതിന് നമുക്ക് വിഷ്വലൊക്കെ CG വർക്കൊക്കെ അതെല്ലാം എന്താ പറയുക CG ആണ്. നമ്മൾ ആ ഒരു വില്ലേജ് പോലെയൊക്കെ സെറ്റ് ഇട്ടിരിക്കുന്ന എല്ലാം CG ആണ്, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അതൊന്നും ഒന്നും പറയാനില്ല, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. കുളിര് വരുന്ന ഐറ്റംസ് ഉണ്ട്. എന്തായാലും ഞാൻ ഇന്ന് പോയി പടം കാണാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പടങ്ങളൊക്കെ എടുത്ത് മാറി ഇപ്പോൾ മലക്കോട്ടെ വാലിബൻ്റെ അംഗങ്ങളായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ പോയി OTT വരുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടി പോയതാണ്. എന്തായാലും എനിക്ക് 100% സാറ്റിസ്ഫൈ തന്ന ഒരു പടമാണ് ഈ ഹനുമാൻ എന്ന് പറഞ്ഞത്. ഇനി അടുത്ത് ജയ് ഹനുമാൻ സെക്കൻഡ് പാർട്ട്, അത് 2025 പടം റിലീസ് എന്നുള്ളത് ഓൾറെഡി എഴുതി കാണിക്കുന്നുണ്ട്. എന്തായാലും അവർക്ക് മുടക്കിയാൽ മതി. ഇപ്പോൾ 100 കോടി അടിച്ചിട്ടുണ്ട് ആ പടം. 100 കോടി അടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പടം തന്നെയാണ് ഇത്. നമ്മൾ കാന്താര എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രതീക്ഷയില്ലാതെ വന്നിട്ട് അവസാന ക്ലൈമാക്സിലൊക്കെ തൂത്തു വാരിയിട്ട് പോയൊരു പടമാണ്. ക്ലൈമാക്സിൽ തന്നെ ഇതിലും ഒരു ഇൻ്റർവ്യൂ ശേഷം അങ്ങോട്ട് ലെവലിൽ പോണ ഒരു പടമാണ്. 100 കോടി വാരിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എന്തായാലും അവൻ്റെ ഫസ്റ്റ് ടൈമാണെന്നുണ്ടെങ്കിൽ വെച്ച കാൽവെപ്പ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, ഒന്നും നോക്കാനില്ല. ഇതിനെക്കാട് ഞാൻ ആലോചിക്കുകയാണ്, ഇത്രയും കോടികൾ മുടക്കി ഏതാണ് നമ്മുടെ ജയ് ശ്രീരാമൻ്റെ നമ്മുടെ ഒരു പടം ഉണ്ടല്ലോ പ്രഭാസിൻ്റെ, ശ്രീരാമൻ്റെ ഇതൊക്കെ വെച്ചിട്ട് എത്ര കോടി മുടക്കിയെടുത്ത പടമാണ് ഇത്. അതിൻ്റെ പകുതി പോലും ആയിട്ടുണ്ടാവില്ല തോന്നുന്നുണ്ട്. പക്ഷെ എത്ര അടിപൊളിയായിട്ട് എടുത്തിരിക്കുന്നത്. അതാണ് പണിയറിയണവനെടുത്ത് അങ്ങനെ ഉണ്ടാവും. അതും ഇതും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് എന്താ വെറുതെ പൈസ കളയാൻ വേണ്ടി CG വർക്ക് എന്ന് പറയുമ്പോൾ ഇതാണ് ഇങ്ങനെയാണ്. ഇതൊക്കെ കണ്ട് പഠിക്കണം, അല്ലാതെ വെറുതെ ചുമ്മാ പൈസ കൊടുത്ത് കളയണതിൽ എല്ലാ കാര്യവും. ആ ഒരു വിഗ്രഹം ആയിക്കോട്ടെ, ഹനുമാൻ്റെ വിഗ്രഹം ആയിക്കോട്ടെ, പിന്നെ ഹനുമാൻ ക്ലൈമാക്സിൽ ആ ഒരു ലെവലിൽ വരുന്നുണ്ട്. ആ ഒരു ഇതൊക്കെ CG വർക്ക്, ആ ഫേസിലെ CG വർക്ക് എല്ലാം ചെയ്യുമ്പോൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിലും ഒരു കുറ്റവും പറയാനില്ല. നമുക്ക് തോന്നണം ഇത് ഒറിജിനലാണെന്ന് നമുക്ക് തോന്നിപ്പോണം, അവിടെയാണ് അവരുടെ വിജയം. അത് നമുക്ക് ചില സംഭവങ്ങളിലൊക്കെ നമുക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് പടത്തിനെ കുറിച്ച് ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയാനില്ല, എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടിപൊളിയാണ് പടം. തിയേറ്ററിൽ തന്നെ പോയിട്ട് വാച്ച് ചെയ്യുന്ന പടമാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള പടങ്ങൾ ഈ ഒരു ഷോയൊക്കെ വെച്ചിട്ട് ഈ നിറസാസോടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എത്ര ദിവസം തിയേറ്ററിൽ ഉണ്ടാവുമെന്ന് അറിയില്ല. കാരണം അടുത്ത ദിവസങ്ങളിൽ ഒരു വലിയ പടങ്ങൾ വരാൻ പോകുന്നത് കൊണ്ട് എന്തായാലും മാക്സിമം തിയേറ്ററിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക ഈ ഒരു പടം.